കൂടി മാത്രമാണ് വിമാനത്താവളത്തിനുള്ളിൽ ബാക്കിയുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പുറത്തേക്ക് ഏതാണ്ട് 20ഓളം ആംബുലൻസുകൾ പോയി കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട ഭാഗത്തേക്കുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞു. ഓരോ മൃതദേഹങ്ങളും ഏറ്റുവാങ്ങാൻ ജനപ്രതിനിധികളും നാട്ടുകാരും അടുത്ത ബന്ധുക്കളും അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിൽ നേരിട്ടെത്തുകയും അവിടുത്തെ സർക്കാരുമായി ചർച്ച നടത്തുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഈ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് മറ്റ് നടപടിക്രമങ്ങളോ അതിന്റെ നൂലാമാലകളോ ഇല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ തന്നെ പ്രത്യേകം വിമാനത്തിൽ ഈ മൃതദേഹങ്ങൾ ഒന്നിച്ച് കേരളത്തിലേക്ക് എത്തിച്ചത്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞത്. സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മൃതദേഹങ്ങളും ഇവിടെയാണ് ഇറക്കിയത്. അവരുടെ മൃതദേഹങ്ങളും ഇപ്പോൾ റോഡ് മാർഗം കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് മൃതദേഹങ്ങൾ അതേ വിമാനത്തിൽ ഡൽഹിയിലേക്ക് അല്പസമയത്തിനകം തന്നെ കൊണ്ടുപോകും. അവിടെ മറ്റ് ജനപ്രതിനിധികളും മറ്റും ഡൽഹിയിൽ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം അവരവരുടെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 14 മൃതദേഹങ്ങളാണ് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നത്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലേബി സജീന്ദ്രനുമുണ്ട്. ലേബി, ഇപ്പോൾ തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹമുണ്ട്, ഒരു കർണാടക സ്വദേശിയുടേതുമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊരു മന്ത്രി പ്രതിനിധിയായി എത്തിയിരുന്നു. അവരുടെ മൃതദേഹങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞു. എന്താണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ ഈ ആദരമർപ്പിക്കാൻ ചടങ്ങ് നടന്ന ഈ സ്ഥലത്തു നിന്നുള്ള കാഴ്ച എന്താണ്? എല്ലാവരും മടങ്ങിയോ?